ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് വേൾഡ്. അപ്പം ഞാൻ ഹരിത. അപ്പോൾ ഇന്ന് നമ്മൾ കുമ്പിളപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് എന്ത് ചെയ്യാലോ എൻ്റെ പേര് എന്തോ കലമങ്ങലോ എന്തൊക്കെ ഒരു പേരുണ്ട്. നല്ല മറ്റേ പട്ടേൻ്റെ ഇലേൻ്റെ പോലത്തെ നല്ല സ്മെല്ല്. അപ്പോൾ ഇതാ ശ്രേയ വന്നിട്ടുണ്ടായിരുന്നു, കുട്ടീനെ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നപ്പോൾ കൊടുന്നതാണ്. അപ്പം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ മറ്റേ അമൃതപ്പൊടി ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്താവോ ആവോ. സാധാരണ നമ്മൾ അരിപ്പൊടിയും ഗോതമ്പ് പൊടിയൊക്കെ വെച്ചാൽ ചെയ്യാറ്. അമൃതപ്പൊടി വെച്ച് ചെയ്യണത് ഇത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ. അമ്മ ഇലയും ഈർക്കളിയും വെച്ച് പണി ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഉണ്ടാക്കിയതൊക്കെ ഓരോന്നോരോന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട്. ചിലതൊക്കെ ആവി കയറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൃതി ബേബിയുടെ കളിക്കൂട്ടുകാരിയാണ്. ഓളെ ഏറ്റവും പ്രിയപ്പെട്ട പാവക്കുട്ടിയാണത്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ. നമ്മൾ കൂടുതലായി ഷോർട്ട് വീഡിയോസാണ് ചെയ്യാറ്. ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ലോങ് വീഡിയോസ് ചെയ്യാറുള്ളൂ. അതാണ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നത്. ഇപ്പോൾ ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടി റെഡിയായി കാത്തിക്കല്ലേ. ചിരി ഇങ്ങോട്ട് പോരട്ടെ അങ്ങോട്ട്. എൻ്റെ കുട്ടിക്ക് ചിരിക്കാനൊരു ചമ്മൽ. അപ്പോൾ അത് ഞങ്ങൾ ഒന്നെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അമ്മ അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് ടൈമാണ്. എങ്ങനെ ഉണ്ട് എന്നറിയില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ കൃതി ബേബി കഴിക്കട്ടെ. കഴിച്ചതും ആൾക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല. ഒരു സാധനം എൻ്റെ കുട്ടിക്ക് ഇഷ്ടമല്ല. ഞാൻ കഴിച്ച് നോക്കി. അമൃതപ്പൊടി ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റും കാര്യങ്ങളാണ്. പിന്നെ ഇലേൻ്റെ ആ സ്മെല്ലും ഇതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര പണിയില്ല കേട്ടോ. കാരണം ചിക്കനും നെയ്ച്ചോറും വയ്ക്കാമെന്ന് കരുതിയിട്ടാണ്. ഗീ റൈസും ചിക്കൻ കറിയും. അപ്പോൾ അതിന് വേണ്ടി സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു പ്രിപ്പറേഷനിലേക്ക് കിടക്കണം. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാം സെറ്റാക്കണം കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനൊന്നും കരുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ എടുത്തുന്നുള്ളൂ. അപ്പോൾ നമ്മളിതാ മസാലയൊക്കെ മുളക്, ഉപ്പ്, മഞ്ഞൾ ഒക്കെ ചേർത്ത് നല്ല മസാല കുഴച്ച് വെക്കുകയാണ്. ഇതൊന്ന് പൊരിച്ചെടുക്കണം. ജസ്റ്റ് ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഇൻ്റെത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോതായാലും. എനിക്ക് അങ്ങനെ കുറേ റെസിപ്പീസ് ഉണ്ട്. തോന്നുമ്പോൾ ഇതിലുണ്ടാക്കും. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഗീ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പിന്നെ നമ്മളെ ക്യാരറ്റ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ടിട്ട് കേട്ടോ. ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ടാണ് കുക്കറിൽ ഒരു കുക്ക് അടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വെന്തു. നമ്മൾ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് അല്ലെങ്കിൽ ഗീ ഒഴിച്ച് പട്ടയിട്ട് ഗ്രാമ്പൂട്ട് ഊറ്റിയെടുക്കണം, അല്ലെങ്കിൽ വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ ടൈമായി. ഇതാകുമ്പോൾ പെട്ടെന്ന് ഷടപട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കുക്കറിനെ കൂക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് ചിക്കൻ വറുത്തെടുക്കണം. അതിന് വേണ്ടി ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെടപട കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കണം. ചിക്കൻ വറുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മസാലാസ് ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ. മിസിമ്പിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പിന്നെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഏട്ടൻ പറഞ്ഞു കേട്ടോ. ഏട്ടനൊരു ഷെഫായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു. മിസിമ്പിളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പമാകാം. മറ്റത് ഞാനങ്ങനെ അറിയാം, ഓരോന്ന് ഉള്ളിട്ട് കഴിഞ്ഞാൽ പിന്നെ തക്കാളി അരിയും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാവും. എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് വെന്ത് കഴിഞ്ഞു. ഒരു കൂക്കലായപ്പോൾ തന്നെ നെയ്ച്ചോറ് അതങ്ങോട്ട് മാറ്റി വെച്ചു. കൂക്കി കഴിഞ്ഞാൽ ഇനി തുറന്നൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അതങ്ങോട്ട് സെറ്റായി. ഇനി ചിക്കൻ കറി കൂടിയാണ്. അതിൻ്റെ ഇടയിൽ തത്തമ്മേനെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് റൂമൊക്കെ വലിച്ചുകൊണ്ടുപോകണം. അങ്ങനെ ഓളെ തത്തമ്മേനെ എടുത്തു കൊടുത്ത് ഓളെ ഹാപ്പിയാക്കി. അപ്പം പിന്നെ ചിക്കൻ കറി എന്തായി മണ്ടി നോക്കിയാൽ ഞാൻ ആളതവിടെ ഒന്ന് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി വെള്ളം ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ചിക്കൻ കറി റെഡിയാവും.
അമ്മമ്മ കളിക്കാനുണ്ടായാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ഞാൻ അവിടെ തന്നെ ഉണ്ടോ ഇല്ലേന്നൊക്കെ. ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് എപ്പോഴും ഒരു അമ്മ അച്ഛന് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ആവി കളയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കുക്കറിൻ്റെ ഇതിൽ വെച്ചതാണ്. അങ്ങനെ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കൃതി ബേബിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ പപ്പടം രാത്രി ആയതുകൊണ്ട് തന്നെ തൈര് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. പപ്പടം മാത്രമേ ഉള്ളൂ, ചിക്കൻ കറിയും അത്ര തന്നെ ഉള്ളൂ ഇന്നത്തെ ഒരു ഇത്. അപ്പോൾ അത് പപ്പടമൊക്കെ കായ്ച്ചെടുക്കുകയാണ് ഞാൻ ഓരോന്നായിട്ട്. അതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ടുണ്ട് പപ്പടം വലിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ പപ്പടമൊക്കെ കഷ്ണമാക്കി നിലത്ത് കൂടെ ഒക്കെ ഇട്ട് നടക്കുകയാണ്. ഇനി കഴിക്കാൻ പോണ പപ്പടം കൃതി ബേബീൻ്റെ പപ്പടം കേട്ടോ. ആ പപ്പടത്തിന് പകുതി ഭാഗമുള്ളൂ, കണ്ടില്ലേ, പകുതി ഭാഗം ഓളടുത്ത് തന്നെയാണ്. ഇനി അടുത്തതായി തീറ്റ മത്സരമാണ്. ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതാ ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടം അല്ലേ. ഞങ്ങൾ രണ്ടാളും മാമ കഴിക്കാനിരുന്നല്ലേ കുഞ്ഞാ. അമ്മമ്മ ഒരു വലിയ ഇതിലാണ് എന്താ പറയുക, കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നല്ലേ, അവിടെ മദ്രസിൽ നിന്ന് എന്താ പറയുക, പ്രസംഗമോ സ്വലാത്ത് അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ അത് കേട്ടുകൊണ്ട് അവിടെ കൊലായിലിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും ഫുഡടി കാര്യങ്ങൾ കഴിയാനായിട്ടുണ്ട്. അമ്മ അവിടെ സ്വലാത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിതാ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ട് ഞാൻ. എന്താണ് കുറേ നാളിന് ശേഷം നെയ്ച്ചോറ് വെച്ചുകൊണ്ടാണ് അറിയില്ല, ഇത് നല്ല തട്ടലായിരുന്നു. അതാ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി കൈയൊക്കെ കഴുകി കൃതി ബേബീനെ ഉറക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.